UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിലേക്ക് പോകുന്നു നമ്മൾ. ഗുഡ് ഈവനിംഗ് അർജുൻ മട്ടന്നൂർ, എവിടെയാണ് സ്ഥാനാർത്ഥി? ഏതൊക്കെ രീതിയിലാണ് പ്രചാരണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? സുജിയ, UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് അമരമ്പലം പഞ്ചായത്തിലാണ് ഇതുവരെ പര്യടനം നടത്തിയത്. അല്പസമയം മുമ്പാണ് അദ്ദേഹം ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഒരു സ്വകാര്യ സ്ഥലത്തേക്ക് പോയത്. അതിനുശേഷം 5:30യോടുകൂടി അദ്ദേഹം ചുങ്കത്തറ പഞ്ചായത്തിലേക്ക് പോകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരു മലയോര മേഖലയിലാണ് ഈ സമാപനം ഉണ്ടായിരുന്നത്. രമേശ് ചെന്നിത്തലയാണ് ഈ സമാപന പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തത്. അമരമ്പലം പഞ്ചായത്തിൽ അതായത് വന്യമൃഗശല്യം അടക്കമുള്ള മേഖലയിലേക്ക് എത്തി ആ വിഷയങ്ങളടക്കം ഉയർത്തിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇന്ന് പ്രധാനമായും അദ്ദേഹത്തിന്റെ പ്രചരണം ഈ അമരമ്പലം അടക്കമുള്ള മേഖലയിൽ നടന്നത്. അതായത് തമിഴ്നാട് അതിർത്തിയാണ്. അത്തരത്തിൽ ഈ അതിർത്തി മേഖലയിലെ പ്രശ്നങ്ങളാണ് പ്രധാനമായും എല്ലായിടത്തും പ്രചരണ വിഷയമാക്കിയത്. വാഹന പ്രചരണമാണ് ആര്യാടൻ ഷൗക്കത്ത് നടത്തുന്നത്. അതായത് അദ്ദേഹം തുറന്ന വാഹനത്തിൽ പോകുന്നു. അതോടൊപ്പം തന്നെ നിരവധി പ്രവർത്തകരും മറ്റും അകമ്പടിയായി മറ്റ് ഇരുചക്ര വാഹനങ്ങളിലും മറ്റും മുദ്രാവാക്യവുമായി അദ്ദേഹത്തെ അനുഗമിക്കുന്നു. അത്തരത്തിലുള്ള ഒരു പ്രചരണമാണ് ഇന്ന് നടക്കുന്നത്. എല്ലാ പഞ്ചായത്തുകളിലും വാഹനത്തിൽ തുറന്ന വാഹനത്തിലെത്തി പരമാവധി വോട്ടർമാരെ കാണാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഉച്ചഭക്ഷണം കഴിച്ച് ഏതാണ്ട് 5:30യോടുകൂടി അദ്ദേഹം ചുങ്കത്തറ പഞ്ചായത്തിലേക്ക് എത്തും. അവിടെയായിരിക്കും ഇനി രണ്ടാം ഘട്ട പ്രചരണം തുടങ്ങുക. അതിനുശേഷം വിവരങ്ങൾ നൽകിയത്. UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണവും തുടരുകയാണ്. പരമാവധി വോട്ടർമാരെ നേരിൽ കാണുക, അങ്ങനെ വോട്ടുറപ്പിക്കുക, അങ്ങനെയാണ് പ്രചാരണം മുന്നോട്ട് പോകുന്നത്. NDAയുടെ പ്രചാരണവും ഒരു ഭാഗത്ത് നടക്കുന്നു. നമുക്ക് ദീപക് മലയമ്മയിലേക്ക് എത്താം. സ്ഥാനാർത്ഥിക്കൊപ്പം ഓട്ടത്തിലാണ് ദീപക്.